വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം നമ്മൾ തുടരുവാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ പ്രിയ ബിബിൻ ഓർമ്മിപ്പിച്ചതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാം വാക്യം മുതൽ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. പ്രിയ റെനി പ്രാർത്ഥിച്ചപ്പോൾ ലളിതമായിട്ട് പറഞ്ഞു തരാൻ കൃപ തരണേന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ ലളിതമായിട്ട് തന്നെയല്ലേ ഇതുവരെയും ഉള്ളത്, വളരെ ലളിതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ലളിതമായിട്ട് തന്നെ നമ്മൾക്ക് തുടരാൻ ശ്രമിക്കും. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 4 അനൗൺസ്മെൻറ്റ്സ്, 4 പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാൻ ഓരോന്നും പറഞ്ഞു പോകാം. 1, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 2, യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്. കർത്താവായ യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാണ്. 2, ലോകരക്ഷിതാവാണ്. കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. ഏക ലോക രക്ഷിതാവാണ്. 3-ാമത് നമ്മൾ കണ്ടത്, 3-ാമത്തെ അനൗൺസ്മെന്റ്, കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഏറ്റവും ഒടുവിലത്തെ അനൗൺസ്മെന്റ് നമ്മൾ കണ്ടത് യേശുക്രിസ്തു സർവശക്തനായ ദൈവമാകുന്നു എന്നുള്ളതാണ്. 8-ാം വാക്യത്തിൽ അതുണ്ട്. അൽബയും ഒമേഗയും, കർത്താവായ യേശുവിൻ്റെ നിത്യത്വം, ആരംഭവുമില്ല അവസാനവുമില്ല, അൽബയും ഒമേഗയുമാണ്. 2-ാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. അത് നിത്യത്വമാണ്. കർത്താവായ യേശുവിൻ്റെ നിത്യത്വമാണ്. ഇരുന്നവനാണ്, ഇപ്പോൾ ഇരിക്കുന്നവനാണ്, നാളെ വരുന്നവനാണ്. ഏറ്റവും ഒടുവിൽ 3-ാമത് പറഞ്ഞിരിക്കുന്നത് സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. എത്ര ക്ലിയറാണ് അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഇത്ര ശക്തമായിട്ട് പറയുന്ന ഒരു വചനം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ സർവശക്തിയുള്ള ദൈവം എന്ന് പറയുന്ന ഏകഭാഗം അല്ലേ ഇതാണ്. ഇനിയും നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 9 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 9-ാം വാക്യം മുതൽ, 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ എഴുതുന്നവര് എഴുതേണ്ടിയത് ഇതാണ്. 9-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. സഭകൾക്കുള്ള ദൂതുകളാണ്. അതിൽ സഭകൾക്കുള്ള ദൂത് ആരംഭിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് 2-ാം അധ്യായത്തിലാണ് എന്നാണ് അല്ലേ? എഫെസോസ് സഭയ്ക്കുള്ള ദൂത് അവിടെയാണ് തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ ഈ 9-ാമത്തെ വാക്യം മുതൽ ആ ദൂത് നൽകുന്നതിന് ഒരു പശ്ചാത്തലം ഒരുക്കുക. ആ ദൂത് നൽകുന്നതിന് ഒരു പശ്ചാത്തലം വ്യക്തമാക്കുകയാണ് 9 മുതലുള്ള വാക്യങ്ങൾ. ഇനിയും ഈ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഈ 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട പ്രത്യക്ഷതയാണ്. യോഹന്നാൻ അപ്പോസ്തലനുണ്ടാകും. യോഹന്നാൻ അപ്പോസ്തലന് തേജസ്കരിക്കപ്പെട്ട അഥവാ ഗ്ലോറിഫൈഡ്
മഹത്വീകരിക്കപ്പെട്ട കർത്താവ് യോഹന്നാൻ അപ്പസ്തലന് തന്നെത്താൻ വെളിപ്പെടുത്തുക. കട്ടിയുണ്ടോ? ലളിതമല്ലേ? അപ്പോ യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് തന്നെ വെളിപ്പെടുത്തുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യോഹന്നാൻ ഇങ്ങനെ ഒരു കർത്താവിനെ ആദ്യം കാണുക. യോഹന്നാന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ നടന്നതാണ്, അല്ലേ? യോഹന്നാൻ കർത്താവിൻ്റെ കൂടെ നടന്നതാണ് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതിനെ അപ്പുറത്തൊന്ന് പറഞ്ഞ്, കൂടെ നടക്കുക മാത്രമല്ല, പിന്നെ കർത്താവിൻ്റെ മാറിൽ ചാരിയിരിക്കുക വരെ ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കർത്താവിനെ യോഹന്നാൻ ആദ്യമായിട്ട് കാണുക. എന്തുകൊണ്ടാണ്? മഹത്വീകരിക്കപ്പെട്ട കർത്താവ് യോഹന്നാന് വെളിപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്താ? ശ്രദ്ധിക്കണേ, പുറകിലിരിക്കുന്നവരും മുമ്പിലിരിക്കുന്നവരും എല്ലാം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ, ഇത്രയും തേജസ്കരിക്കപ്പെട്ട ഒരു കർത്താവ് യോഹന്നാൻ അപ്പോസ്തലന് ഈ ദൂത് നൽകുന്നതിന് മുമ്പ് ഇപ്രകാരം വെളിപ്പെട്ടതിൻ്റെ കാരണം ഞാൻ പറയുന്ന അടിവരയിട്ട് മനസ്സിലാക്കണം. സഭയിലെ കർത്താവ് ആരാണെന്നുള്ളത് യോഹന്നാനെ വെളിപ്പെടുത്തുക. സഭയ്ക്കുള്ളിലെ ക്രിസ്തു, മനസ്സിലായോ? സഭയ്ക്കുള്ളിലെ ക്രിസ്തു ആരാണ് എന്ന് യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് ആദ്യം തന്നെ മഹത്വീകരിക്കപ്പെട്ട നിലയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? സഭയ്ക്കുള്ള ദൂത് നൽകുന്നത്. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവജനത്തോട് ഞാൻ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, സഭയോട് നമ്മൾ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഇടപെടാൻ. എല്ലാ ആഴ്ചയിലും ആരാധന തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, എന്താ? 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നല്ലേ? ഈ നടുവിൽ വന്നിരിക്കുന്ന ആരാണെന്നുള്ളത് മനസ്സിലാക്കാം. കേട്ടോ? തമ്പുരാന്റെ മുമ്പിൽ ഒരുപാട് കണക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുഞ്ഞു കളിക്കാനും മാറിൽ ചാരാനും ഖാദി മന്ത്രിക്കാനും പറ്റുന്ന ഒരു കർത്താവല്ല ഇവിടെ സഭയ്ക്കുള്ളിലുള്ളത്. വളരെ ഗൗരവമായിട്ട് വേണം ദൈവസഭയോട് നമ്മൾ സമീപിക്കുവാൻ. അവിടെ വരുന്ന കർത്താവ് നമ്മൾ രക്ഷിക്കപ്പെടാൻ നേരത്ത് കണ്ട ക്രൂശിലെ കർത്താവല്ല അവിടെ വരുന്ന കർത്താവ്. ആ കർത്താവ് ആകെപ്പാടെ മാറിയൊരു കർത്താവാണ്, രൂപാന്തരം വന്നൊരു കർത്താവാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കൂടുന്നത് എന്നുള്ള വലിയ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. സഭകളോട് കർത്താവ് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പിന്നെ പറയേണ്ടതാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞുതരാം. ഇവിടെ അരുളി ചെയ്യുന്നത് ആരാണ്? അരുളി ചെയ്യുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കി. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. അടുത്ത വാചകം എല്ലാവരും കൂടെ ചേർന്നങ്ങ് വായിച്ചാൽ എനിക്കൂടെ ഉത്സാഹം. 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ ആരളി ചെയ്യുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നത്. ഓർക്കണേ, ശ്രദ്ധിക്കണേ, ദൈവവചന ശുശ്രൂഷയുടെ മുമ്പാകെ അലക്ഷ്യമായിരിക്കുകയും ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ പുസ്തകം മടക്കി വെച്ചേച്ച് മുഖത്ത് പലവിധ എക്സ്പ്രഷനൊക്കെ കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവഗതിക്കാരുണ്ടെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിൽ തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഈ പറയുന്നത് ഈ പുള്ളിയല്ല. ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്ന ആളല്ല ഇത് പറയുന്നത്. പിന്നെ ആരാ പറയുന്നത്? എന്താണ് നിങ്ങൾ മിണ്ടാത്ത?
അരുളി ചെയ്യുന്ന ആരാ? തമ്പാച്ചനല്ല, ചാൾസ് ജോൺ അല്ല. ആരാ? ഞങ്ങളുടെ റോൾ എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിട്ടുണ്ട്, എഫേസോസ് സഭയുടെ ദൂതൻ എഴുതുക. ഞങ്ങളുടെ ജോലി എന്താ? കർത്താവ് അരുളി ചെയ്യുന്നത് സഭയ്ക്ക് നൽകുക. വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചേച്ച് വേണം പിന്നെ അങ്ങ് പ്രവചനത്തിലോട്ട് പോവാൻ. എനിക്ക് നന്നായിട്ടറിയാം, ഈ വെളിപാട് പുസ്തകം പഠനം ആരെങ്കിലും വിളിച്ച് ചെയ്യുന്നെങ്കിൽ അവരെല്ലാം വിചാരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ കാര്യവും പിന്നെ മഹാപീഡനത്തിൻ്റെ കാര്യവും സഹസ്രാബ്ദവും ഇതൊക്കെ കേൾക്കാൻ എല്ലാവരും ആവലോടെ കാത്തിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം. ഇതൊന്നും അല്ല പ്രധാന വിഷയം. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ കർത്താവ്, സഭയുടെ നടുവിൽ വരുന്ന കർത്താവ്, നമ്മൾ ഓർക്കണം, ഒന്ന് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്, രണ്ട് നമ്മളോട് സംസാരിക്കുന്ന കർത്താവ്. സഭയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലേ? പ്രത്യേകിച്ചും കർത്തൃ ദിവസത്തിൽ നമ്മൾ ആരാധിക്കാൻ കൂടി വരുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ചൊല്ലി ഒരു കാര്യത്തിനെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. ഇതിനാ ആരാധനയ്ക്ക് മാത്രം. അതും ആരാധന എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പം മുറിയാണ്. അത് കഴിഞ്ഞാൽ ചിലരങ്ങ് എഴുന്നേറ്റ് അപ്പക്കെണ്ണം വാങ്ങിയിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകും ചിലർ. എന്നാൽ അതുപോലെ പ്രാധാന്യമുള്ള കാര്യമായി ഏത്? സഭയിൽ കർത്താവിൻ്റെ അരുളപ്പാട് കേൾക്കണം. സഭയിൽ കർത്താവ് വന്നിരിക്കുന്നത് സംസാരിക്കാനാണ്, കേവലം ആരാധന സ്വീകരിക്കാൻ മാത്രമല്ല. സഭയോട് കർത്താവിൻ്റെ ദൂതുണ്ട്. ആ ദൂത് സഭ കേൾക്കുവാൻ ആവശ്യമുണ്ട്. അത് ഇവിടെ പറയുന്നുണ്ട് ആവർത്തിച്ച്, കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടിട്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ദൈവസഭയിലെ ദൈവജനം കൂടി വരുമ്പോൾ സ്വർഗീയ സന്ദേശം കേൾക്കാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന ആരാണെന്ന് അറിയാമോ? അതാണ് നമ്മൾ ഈ ഉപക്രമത്തിൽ അഥവാ മുഖവുരയിൽ കാണുന്നത്. മഹാദൈവമാണ് ഈ പറയുന്നത്. ദൈവാദി ദൈവമാണ് ഈ പറയുന്നത്. സഭയുടെ പരിപാലകനായ കർത്താവാണ് സംസാരിക്കുന്നത്. അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ന്യായാധിപതിയായ കർത്താവാണ് സംസാരിക്കുന്നത്. അത് ഇവിടെ ഉണ്ട്. നമ്മൾ അത് കാണാൻ പോവുകയാണ്. ന്യായാധിപതിയെ ആവശ്യമില്ലാത്ത തല്ല് ആരും വാങ്ങിച്ചു കൂട്ടരുത്. ദൈവസഭയിൽ വന്നിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് തമ്പുരാന്റെ അടി വാങ്ങിച്ചുകൊണ്ട് ആരും ദുഃഖത്തിൽ പ്രയാസപ്പെട്ട് കഴിയാൻ ഇടയാകരുത്. ദൈവം ന്യായാധിപതി, കർത്താവ് സഭയിലെ കർത്താവ് ന്യായാധിപതിയാണ്. ന്യായം വിധിക്കുന്നവനാണ്, അരുളി ചെയ്യുന്നവനാണ്, ന്യായം വിധിക്കുന്നവനാണ്, ദൈവാദി ദൈവമാണ്. ഈ മഹത്വീകരിക്കപ്പെട്ട കർത്താവിനെ നമ്മൾ അറിയുവാൻ ആവശ്യം. ഇനിയും ഈ ഭാഗത്ത് ആദ്യം നമ്മൾ കാണുന്നത് 9 മുതലുള്ള വാക്യങ്ങൾ, 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. ഓടിച്ച് അതൊന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രംഗം, ഇതിൻ്റെ സെറ്റിങ്സ്. ഈ ദൂത് പറയുന്നതിന് മുമ്പ്, കർത്താവ് വന്ന് സഭയോട് സംസാരിക്കുന്നതിന് മുമ്പ് അത് ആ രംഗം ഏത് രംഗമാണ് എന്ന് ഇവിടെ വിവരിക്കുന്നുണ്ട്. അത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. 9-ാം വാക്യത്തിൽ നോക്കുക. 9-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 9-ാം അല്ല, അത് ഞാൻ പറഞ്ഞു പോകാൻ. അപ്പൊ ഈ ആദ്യം ഈ സഹോദരന്റെ കാര്യമൊക്കെ പറയുന്നു. എന്നാൽ യോഹന്നാൻ എവിടെയാണെന്ന് ഇവിടെ പറയുന്നത്. താൻ എവിടെയാണ്? പത്മോസ് ദ്വീപിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്പോൾ. അപ്പോൾ ഈ ദർശനം യോഹന്നാന് ലഭിക്കുന്നത്
പത്മോസ് ദ്വീപിൽ വച്ച എഫേസോസിൽ നിന്ന് ഒരു 40 മൈൽ ദൂരമുള്ള ആദ്യത്തെ ദൂത് ഏത് സഭയ്ക്ക്? എഫേസോസ് സഭയ്ക്ക്. ഈ എഫേസോസിൽ നിന്ന് ഏകദേശം 40 മൈൽ ദൂരമുള്ള ഒരു ദ്വീപാണ് ഏത്? ഈ പത്മോസ് എന്ന് പറയുന്നത്. സ്പോറാട്ട് ദ്വീപ സമൂഹങ്ങളിലൊന്നാണ് ഈ ഭൂഭാഗം എന്ന് പറയും. 10 മൈൽ നീളവും 6 മൈൽ വീതി മാത്രമുള്ള ഒരു ഭൂപ്രദേശം. ചെറിയൊരു സ്ഥലമാണ്. 10 മൈൽ നീളവും 6 മൈൽ വീതിയും മാത്രമുള്ള ഒരു ഭൂപ്രദേശമാണിത്. ഏകദേശം 1000 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഭൂപ്രദേശം, ഞാനിത് ഒന്ന് പഠിച്ചതാകട്ടെ, ഈ ഭൂപ്രദേശം ഒരു വരണ്ട സ്ഥലമാണ്. പാറക്കൂട്ടങ്ങളാൽ നിബിഡീകൃതമായ ഒരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ആദ്യ ക്ലാസ്സിലാണെന്ന് തോന്നി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും. ഇവിടെ നിരവധി ആളുകൾ നാട് കടത്തപ്പെട്ടവരായിട്ട് ഇവിടെ വന്ന് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവരുടെ അസ്ഥിക്കൂടങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. തലയോട്ടിയും അസ്ഥിക്കൂടങ്ങളും ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഈ സ്ഥലത്ത് യോഹന്നാന്റെ കൂടെ ആരുമില്ല. ഈ സ്ഥലത്തേക്കാണ് യോഹന്നാനെ നാട് കടത്തിയത്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവിച്ചിട്ടുള്ളവർ പറഞ്ഞാൽ മതി, ചില സാഹചര്യങ്ങളുണ്ടാകും. ആരും കൂടില്ല, ഒറ്റപ്പെടുന്ന അനുഭവം. കൂടൊന്ന് വന്ന് തോളത്ത് തട്ടിയിട്ട് സഹോദരൻ ഞാൻ കൂടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കും അല്ലേ? ഒരാൾ പോലും കൂടെ ആരാധിക്കാനൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ. അവിടാണ് തമ്പുരാൻ വന്ന് തോളത്ത് തട്ടിയിട്ട് പറയുന്നത്, ഞാനുണ്ട് മോനെ, നീ ധൈര്യപ്പെടണ്ട, ഞാനുണ്ട്. സഹോദരി സഹോദരന്മാരെ, എളിമയോടെ ഞാൻ പറയട്ടെ, ഒറ്റപ്പെടലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നിരാശപ്പെടേണ്ട. ചില നല്ല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനും, നല്ല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ മാത്രമല്ല ദൈവജനത്തിന് തലമുറകൾക്ക് നൂറ്റാണ്ടുകൾക്ക് പ്രയോജനകരമായി നമ്മെ ഉപയോഗിക്കുവാനുള്ള സന്ദർഭമായി സ്വർഗത്തിലെ ദൈവം അതിനെ മാറ്റും. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം? എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, എന്നും നമ്മളത് വായിച്ച് ആശ്വസിക്കുക, സമാധാനിക്കുക. നമ്മൾ ഈ വെളിപാട് പുസ്തകമാണെന്നും പറഞ്ഞത് വേറെ ഒരു ആസ്പെക്റ്റ് കാണാൻ ആശ്രമിക്കും. ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണർവും ഉന്മേഷവും അനുഭവിക്കാൻ സാധിക്കും. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇത് ധ്യാനിക്കുമ്പോഴുണ്ടല്ലോ, ഏതാണ്ട് ഒരു വലിയ ആത്മീയ അനുഭൂതിയാണ് അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത അനുഭവങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് പല ദൈവദാസന്മാരും കടന്നു പോകുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ഈ വേദഭാഗത്ത് നമ്മൾ ഈ രംഗത്തെക്കുറിച്ച് പഠിച്ചാൽ, ഒന്ന്, ഇത് പത്മോസ് ദ്വീപാണ്. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ തനിച്ചേ ഉള്ളൂ.
അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കർത്താവ് തനിക്ക് അതും താൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു മഹത്വീകരിക്കപ്പെട്ട, തേജസ്കരിക്കപ്പെട്ട അത്യുന്നതനായ കർത്താവിനെ താൻ കാണുകയാണ്. ഇവിടെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും വചനം അറിയാവുന്നത് കൊണ്ട് ആ റെഫറൻസ് എല്ലാം എടുക്കാൻ പോകുന്നില്ല. ഇൻസിഡൻസ് പറയും, സംഭവങ്ങൾ പറയും. ഒന്നാമത്തെ സംഭവം ഞാൻ ശ്രദ്ധിച്ചത്, യാക്കോബ് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടി ലൂസിലെത്തി അല്ലേ? അവിടെ എത്തി തനിക്ക് 28-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, കൂടെ ആരും ഇല്ല. അപ്പനെ അമ്മയെ എല്ലാം വിട്ടു, ആരും കൂടെ ഇല്ല. അന്ന് രാത്രി ഒരു കാട്ടുകല്ലെടുത്ത് തലയണയായി വെച്ച് യാക്കോബ് ഉറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ തനിച്ചല്ല, പിന്നെ ഞാൻ നിന്റെ കൂടെ. ആ ലൂസാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ബേഥേലായിട്ട്, ദൈവത്തിൻ്റെ ഭവനം. സ്തോത്രം. പെന്തിക്കോസ്തിലെ പാസ്റ്ററാണെങ്കിൽ ചോദിക്കും, സ്തോത്രം പറയാമോ എന്ന് ചോദിക്കും അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ നാടും വിട്ട് ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് അപ്പൻ്റെ അമ്മയുടെ ആളിനെ അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ വൻകാട്ടിൽ തനിച്ച് കിടന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമാണ് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും, ഞാൻ നിന്നെ കൊണ്ടുവരാം. തുടർന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മോശ രാജകീയമായ പ്രൗഢിയിൽ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞവനാണ്. എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ആടിനെ മേയിച്ചുകൊണ്ട് ഹോരേബിൽ നിൽക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ദൈവം മോശയോട് പറഞ്ഞു, ബേണിംഗ് ബുഷ്, മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം അവിടെ വിളിക്കുക, മോശ മോശയെന്ന്. തീക്കകത്തുനിന്നൊരു വിളി. ദൈവത്തിന് സ്തോത്രം. നോക്കിയപ്പോ മുൾപ്പടർപ്പിൽ തീ ഇങ്ങനെ മുൾപ്പടർപ്പിന്റെ മോളിൽ കത്തി. മുൾപ്പടർപ്പ് എന്തുവെന്നില്ല. ഈ കാഴ്ചയാണ് മോശം. നീ ഏകനല്ല, എൻ്റെ ജീവിതം തീർന്നില്ല. ഒരു രാജ്യത്തിൻ്റെ അധിപതിയാക്കാൻ പോവുകയാണ് ഞാൻ. എന്നെ ഫറവോന്റെ ദൈവമാക്കാൻ പോവുക ഞാൻ. ദൈവവേദലേ നമ്മൾ ഒറ്റയ്ക്കല്ല. സാഹചര്യം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മൾ ഒറ്റയ്ക്കല്ല. അവിടെ നമ്മുടെ കർത്താവ് വരും. നമ്മുടെ ഓമനെ പേര് ചൊല്ലി വിളിക്കും. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വലിയ കാര്യത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മളെ നിയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി വേറൊരു വലിയ ഭക്തൻ, ഒരു വലിയ ദൈവദാസൻ ഏലിയ, സ്വർഗത്തിൽ നിന്ന്, ഈ മലയാളം ബൈബിൾ ആകാശത്തുനിന്ന് തീ ഇറക്കുന്നവർ, ആകാശത്തുനിന്നല്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്നത്. മറ്റു ഭാഷാന്തരങ്ങളിലെല്ലാം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ പ്രവാചകൻ. പക്ഷേ ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ കൊന്നുകളയുന്നു. വായിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ പാട്ട് വരെ ഉണ്ടല്ലേ? 1 രാജാക്കന്മാർ 19-ാം അധ്യായം.
ദൈവത്തിന് സ്തോത്രം. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് പരികർത്താവേ എൻ്റെ പ്രാണനെ എടുക്കണം, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ പറയട്ടെ, എത്ര വലിയ ഭക്തന്മാർ ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. മരണം കൊതിച്ച നിമിഷങ്ങൾ, മരണം ആഗ്രഹിച്ച നിമിഷങ്ങൾ. ഈ വേദി കയറി മൈക്കിന്റെ മുമ്പിൽ നിന്ന് തട്ടിമുളിക്കുന്ന പോലെയല്ല ജീവിതം, ആണോ? ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. അതിൻ്റെ മുമ്പിൽ എത്ര വട്ടം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇനി ജീവിച്ചിട്ട് എന്താ കഥ? കർത്താവേ അങ്ങ് ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാം കേട്ടോ. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവേ എന്നെ വിളിക്കാമോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. തുറന്നു ഞാൻ പറയുക. പക്ഷേ ഏലിയാവിൻ്റെ ദൈവം ഏലിയാവിൻ്റെ അടുക്കൽ വന്നു. ഏലിയാവേ നിനക്കിവിടെ അറിയാവുന്നവരൊക്കെ പറഞ്ഞങ്ങ് സന്തോഷിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? രണ്ട് തീയും ബന്ധവും ഒക്കെ കൊടുക്കുമ്പോൾ കാറ്റും ഒക്കെ പോയി. ഏറ്റവും ഒടുവിൽ ഏലിയാവ് കേട്ടു ഒരു മൃദുസ്വരം. കർത്താവിന്റെ മൃദുസ്വരം. ദൈവത്തിന് സ്തോത്രം. ഇത് അനുഭവിച്ചിട്ടുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ നമ്മുടെ അടുക്കൽ വന്ന്, ഏലിയാവേ നിനക്ക് ഇനിയും ജോലിയുണ്ട്. രാജാവിനെ അഭിഷേകം ചെയ്യാനുണ്ട്, പ്രവാചകനെ അഭിഷേകം ചെയ്യാനുണ്ട്, നിനക്ക് ഇനിയും പണിയുണ്ട്. എൻ്റെ ജോലി തീർന്നിട്ടില്ല. ഒറ്റയ്ക്കാകുന്ന രംഗം. ഇനിയും നാലാമതായിട്ട് ഞാൻ ചിന്തിച്ച ഒരാളാണ് യെഹെസ്കേൽ പ്രവാചകൻ. 1-ാം അധ്യായം വായിച്ചാണ്. ഒറ്റയ്ക്കിരിക്കുക. എന്താ? ഹെബാർ നദിയുടെ തീരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പിതാക്കന്മാരും ഒക്കെ പാപം ചെയ്തു, ഞങ്ങളെന്ത് ചെയ്യുക? ഒറ്റയ്ക്കായി. ഞങ്ങളെ പ്രവാസത്തിലേക്ക് ഇട്ടു. ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയ യെഹെസ്കേൽ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ആരോരും കൂടെയില്ലാതെ താൻ ഒറ്റയ്ക്ക് കെബാർ നദിയുടെ തീരത്തിരുന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു രംഗമാണ് അവിടെ. അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്റെ പ്രത്യക്ഷതയുണ്ടാകുന്നത്. യെഹെസ്കേലിന് പ്രവാചകന് ദൈവം പ്രവചനങ്ങളുടെ കൂമ്പാരം നൽകിയത് അവിടെ വെച്ചാണ്. താൻ വ്യക്തമാക്കി, ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഒരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ മടക്കി വരുത്തും. നിങ്ങൾ ദൈവാലയം പണിയും, നിങ്ങൾ എന്നെ ആരാധിക്കും. നോക്കണം, യെഹെസ്കേലിന്റെ ജീവിതത്തിൽ ഈ ഒറ്റപ്പെടലിന്റെ അനുഭവം ഉണ്ടായി. 5-ാമത് ദാനിയേലിനെ കുറിച്ച് ഞാൻ വായിച്ചു. ദാനിയേൽ തൻ്റെ പ്രവാസത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമൊക്കെ വായിച്ചാൽ അറിയാം. 7-ാം അധ്യായത്തിലാണ്. ആ പ്രവാസത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ആരോരുമില്ലേ എന്നുള്ള മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ ഭാരത്തോടെ കഴിയുമ്പോൾ ആ 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നിങ്ങളിപ്പോൾ തന്നെ എടുത്തങ്ങ് നോക്കിയോ. വയോധികനായ ഒരുവൻ, സിംഹാസനസ്ഥനായ ഒരുവൻ ദാനിയേലിന് വെളിപ്പെടുകയാണ്. ഞാൻ ഇന്നും സിംഹാസനത്തിലാണ്, ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. ദൈവം ദാനിയേലിന് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് മടങ്ങി വരാം. എങ്ങോട്ട്? വെളിപാട് പുസ്തകത്തിലേക്ക്. 6-ാമത് അതുകൊണ്ട് ഒറ്റയ്ക്കൊരു ദൈവരാസം, ആരും കൂട്ടിനും കൂട്ടായ്മയ്ക്കും, അല്ലേ? ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്, ഒരു ശൈലിയുണ്ട്, അല്ലേ? കൂട്ടിനും
കൂട്ടായ്മയ്ക്കും ആരുമില്ല. പത്മോസ് എന്ന ദ്വീപിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് തൻ്റെ സകലവിധമായ പ്രൗഢിയോടും മഹത്വത്തോടും കൂടെ ദൈവാധിദൈവം സർവശക്തനായ ദൈവം യോഹന്നാന് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായി യോഹന്നാൻ ഒന്ന് പത്മോസിലാണ്, രണ്ട് താൻ ഏകനായി കഴിയുകയാണ്. മൂന്നാമത് ഇവിടെ കാണുന്നത് കർത്തൃ ദിവസത്തിൽ ഞാൻ ഇത് നമ്മളൊന്ന് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാനതൊന്ന് വേറിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ദ ലോർഡ്സ് ഡേ എന്ന ഇംഗ്ലീഷ് കർത്തൃ ദിവസം എന്നാണ്. മലയാളത്തിൽ അത് വളരെ കൃത്യമായിട്ടാണ് ആ വിവർത്തനം നടത്തിയത്. ചുമ്മാതല്ല കേട്ടോ, വെറുതെ അല്ല. കർത്തൃ ദിവസം എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ മറ്റൊരു വാക്കുണ്ട്, ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം. ദ ലോർഡ്സ് ഡേ ആൻഡ് ദ ഡേ ഓഫ് ദ ലോർഡ്. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ? ഇത് രണ്ടും രണ്ടാണ്. നമ്മുടെ ബൈബിൾ, മലയാളം ബൈബിളിലും കർത്താവിൻ്റെ ദിവസം എന്നുണ്ട്. അത് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ദിവസം എന്നല്ല, പിന്നെ കർത്തൃ ദിവസം എന്നാണ്. എല്ലാവരും ഓർക്കണേ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഈ ദൈവവചനത്തിൽ ബ്രദറുകാരെ കുറിച്ചുള്ള ആ ധാരണ അടുത്ത തലമുറയെ കളയരുത്. വചനം അറിയാവുന്നവരാണ്. ഇത് നമ്മൾ കൃത്യം മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്നറിയാമോ? ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ന്യായവിധിയുടെ ദിവസം. അതാണ് വെളിപാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് കർത്താവിൻ്റെ ദിവസം. അത് കർത്താവിൻ്റെ ദിവസം. ഉറക്കം വരുന്നോ? ഇത്തിരി കട്ടി കൂടിയോ റെനിയെ? അല്ല, ഇവിടെ ഞാൻ ചോദിച്ചു, കട്ടി കൂടി വെച്ച് എഴുതുമോ? കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് എന്താ? ന്യായവിധിയുടെ കാലഘട്ടമാണ്. ന്യായവിധിയുടെ കാലഘട്ടം. ഞാൻ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാട്ടോ, അതുകൊണ്ട് റെനിയുടെ പേര് ഇടയ്ക്ക് ഞാൻ വിളിക്കുകയും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്നവരാണ്. എന്നെയും വിളിക്കും ചിലപ്പോൾ. ന്യായവിധിയുടെ ദിവസം യോവേലിന്റെ പ്രവചനത്തിൽ അതുണ്ട്. ആ കാര്യം പത്രോസ് പെന്തക്കോസ്ത് നാളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദിവസം അതേതാ? അത് മഹാപീഡന കാലഘട്ടമാണ്. അത് ന്യായവിധിയാണ്, ന്യായവിധിയുടെ കാലം. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. ഇത് ഇത്തിരി മനസ്സ് വെച്ചെങ്കിലേ മനസ്സിലാവും. എന്നാൽ കർത്തൃ ദിവസത്തിന് എന്താ വ്യത്യാസം? ദ ലോർഡ്സ് ഡേ, അതിൻ്റെ വ്യത്യാസം എന്താണ്? ഞാനത് വ്യക്തമാക്കാൻ ഒരു പ്രവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 118 സങ്കീർത്തനം. ഇന്ന് ആ തെറ്റിദ്ധാരണ തിരുത്തുകയും വേണം. ഇനി മേലാൽ അത് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യണം കേട്ടോ. അതാ ഇനി പറയാൻ പോകുന്നത്. 118 സങ്കീർത്തനത്തിൻ്റെ 22 വാക്യം നോക്കി. 22, 23, 24 ഈ 3 വാക്യം ശ്രദ്ധിച്ചു വായിക്കണം എല്ലാവരും. കണ്ടല്ലോ അല്ലേ? മനസ്സിലായോ? ഇതൊരു പ്രവചനമാണ് അല്ലേ? പുതിയ നിയമത്തിൽ മത്തായി, ലൂക്കോസ്, മർക്കോസ് സുവിശേഷങ്ങളിലെല്ലാം ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ഈ വചനം ആവർത്തിക്കുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. കേൾക്കണേ. എന്താ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തിരുത്തി.
അടുത്ത വാചകം, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. വീട് പണിയുന്നവർ ആരാ? വീട് പണിതവരാരാ? പലയ്ക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുത് അല്ലേ. വീട് പണിയുന്നവരാരാ? വീട് പണിതവർ. ഇപ്പൊ പണിയുന്നവർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. വീട് പണിതവർ ആരാ? യഹൂദന്മാരാണ്. വീട് പണിതവർ യഹൂദന്മാർ. തള്ളിക്കളയപ്പെട്ട കല്ലാരാ? യേശുക്രിസ്തു. ഇവര് വീട് പണിതോണ്ട് ഈ കല്ലിനെ എടുത്ത് തള്ളിക്കളയും. ആ കല്ല് ദൈവം തമ്പുരാൻ എടുത്തു. ഇവര് തള്ളിക്കളഞ്ഞ ആ കല്ല് ദൈവം തമ്പുരാൻ എടുത്തിട്ട് ചെയ്തു, ആ കല്ല് ഒരു വീടിന്റെ മൂലക്കല്ലാക്കി. ഏത് വീടിന്റെ? 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം എന്താ? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആ ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് എന്ത് ചെയ്യുന്നു? ആത്മീക ഗ്രഹമായി എന്ത് ചെയ്യുക? പണിയപ്പെടുക. അപ്പൊ ദൈവം എടുത്ത് ഒരു പുതിയ വീടങ്ങ് പണിതു. ആ പുതിയ വീട് ഏതാണ്? ആത്മീക വീടാണ്. അതിന്റെ മൂലക്കല്ലാരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. ഇനി നോക്കിയേ, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യർ തള്ളിയ ഈ കല്ല് ദൈവം തമ്പുരാൻ എടുത്ത് പുതിയ വീടിന്റെ മൂലക്കല്ലാക്കിയത് ദൈവത്താൽ, യഹോവയാൽ സംഭവിച്ചു. പിന്നെ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. അടുത്ത വാചകം നോക്കിയേ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഏത്? ഏത്? ഇങ്ങനെങ്ങാണ്ട് വേദോത്സവം വായിക്കാനും പഠിക്കാനും നേരമുണ്ട്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായ ദിവസം. ഏതാ ദിവസം? ഏതാ ദിവസം? വീട് പണിയുന്നവരായ യഹൂദന്മാർ തള്ളിക്കളഞ്ഞിട്ട് കാൽവരിയിലെ ക്രൂശിൽ തള്ളിക്കളഞ്ഞു. കർത്താവായ യേശു മരിച്ചു, പിന്നെ അടക്കപ്പെട്ടു. ആ ഉയർത്തെഴുന്നേറ്റ കല്ലിനെ ദൈവം എടുത്ത് എന്ത് ചെയ്തു? സഭയുടെ മൂലക്കല്ലാക്കി. ഇതെന്നായിരുന്നു? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. അപ്പൊ ഈ കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം? കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ദ ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഏതാ? ഞായറാഴ്ച ദിവസം. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അന്നാണ് മനുഷ്യർ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി തീർന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഞായറാഴ്ചയാണ്. കല്യാണത്തിനൊപ്പം കുറിയുടെ മണ്ടയിൽ ഈ വാക്കി വീഴുന്നത് ശരിയാമോ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നടക്കുന്ന കല്യാണത്തിന് ഈ യഹോവ ഉണ്ടാക്കിയ ദിവസം, ചെറുക്കൻ്റെ പെണ്ണിന്റെ കല്യാണം നടത്തിയ ദിവസമാണ്, നടക്കുന്ന ദിവസമാണ് ഇത്. ആണോ? ഏതാ ദിവസം? മടങ്ങി വരാം, നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. വളരെ വ്യക്തമാണ് അല്ലേ? കർത്തൃ ദിവസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. ഇവിടെ നോക്കിക്കേ, ഈ 9-ാം വാക്യം 1-9 നോക്കിക്കേ. കർത്തൃ ദിവസമാണെന്ന് ഇദ്ദേഹത്തിന് കലണ്ടർ കയ്യിൽ ഇല്ലെങ്കിലും ആർക്കറിയാം? യോഹന്നാന് അറിയാം. ഈ ദിവസം എന്തിനുള്ള ദിവസമാണ്? ഈ ദിവസം ആരാധിക്കാനുള്ള ദിവസമാണ്. ഉണ്ടോ? ഈ ദിവസം ആരാധിക്കാനുള്ള ദിവസമാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, അപ്പം മുറിക്കാൻ പറ്റുകയില്ല. പറ്റുമോ? അവിടെ എവിടെ കിട്ടാനാ അപ്പം? എവിടെ കിട്ടാനാ പാനപാത്രം? കിട്ടുമോ? രാക്ഷാദശം അടങ്ങാൻ വീഞ്ഞ് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ആരാധന വേണ്ടെന്ന് വയ്ക്കുക.
പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആരാധനയിലെ അവിഭാജ്യ ഘടകങ്ങളാണ് അപ്പവും വീഞ്ഞും, തിരുവത്താഴം. പ്രത്യേകിച്ചും ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവമക്കൾ കൂടി വരുന്നത് ഉപദേശം നമ്മൾ പഠിക്കണ്ടേ, അപ്പം നുറുക്കാൻ വേണ്ടിയാണ്. അപ്പം നുറുക്കാൻ വേണ്ടിയാണ്. എന്തായാലും കോവിഡ് കാലത്തൊരു വലിയ സൗകര്യം ഉണ്ടായി അല്ലേ? ഒക്കെ ചിന്തിക്കണം കേട്ടോ, ചിന്തിക്കണം. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, എന്നെ നിങ്ങളൊരു വിമതനാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരാധന മുടക്കാനുള്ളതല്ല, ആരാധിക്കാനുള്ളതാണ്. അപ്പവും വീഞ്ഞും ഇല്ല എന്നിരുന്നാലും എന്ത് ചെയ്യണം? ആരാധിച്ചേ പറ്റുള്ളൂ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശനായി. ആരാധനയുടെ പ്രാധാന്യം ദൈവമക്കൾ മനസ്സിലാക്കണേ. ചിലർ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല ദിവസം ഏതാണെന്നറിയാം? ഇതിനൊക്കെ ദൈവസേന കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഞാൻ വ്യക്തമായിട്ട് പറയാം. കർത്തൃ ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവത്തെ ആരാധിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ പശ്ചാത്തലം. അങ്ങനെ താൻ ഈ കർത്താവിനെ ആരാധിക്കുക. ആരാധിക്കുമ്പോൾ താൻ തന്നെ കുറിച്ച് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് താൻ തന്നെക്കുറിച്ച് പറയുന്ന കാര്യം? ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ 3 പ്രധാന കാര്യങ്ങൾ യോഹന്നാൻ ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നോട് ബന്ധപ്പെട്ട് പറയുന്നു. അതിലാദ്യം താൻ പറയുന്നത്, എല്ലാവരും വളരെ അറ്റൻറ്റീവാണ്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കുകയും ആ ചിരിക്കുന്നതിനിടയ്ക്ക് ചിന്തിക്കുകയും ഒപ്പം കണ്ണ് നനയുകയും ആത്മാവിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു അനുഗ്രഹമാണ് അല്ലേ? ഒരു കൂടി വരേണ്ടത് അനുഗ്രഹമാണ്. അത് സംഭവിക്കും. ഇവിടെ യോഹന്നാൻ തന്നെ സംബന്ധിച്ച് പറയുന്ന 3 കാര്യങ്ങൾ. അതിലാദ്യം താൻ ചെയ്യുന്നത് തന്നെ പരിചയപ്പെടുത്തുക. പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് ആദ്യം നമ്മൾ നോക്കട്ടെ. ആ 9-ാം വാക്യം തന്നെ ഒന്ന് നോക്കിയേ. നിങ്ങളുടെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ, എന്ന് പറഞ്ഞാൽ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഞാൻ ആരാണ്? ഞാൻ നിങ്ങളുടെ സഹോദരൻ. കർത്താവിന്റെ ഇന്നർ വൃത്തത്തിലെ അഥവാ അന്തർവൃത്തത്തിലെ 3 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. മറ്റു പലർക്കും, മറ്റ് 11 പേർക്കും കിട്ടാത്ത ചില പ്രത്യേക പ്രിവിലേജസ് ദൈവകൃപയാൽ അനുഭവിക്കാൻ സാധിച്ച ആളാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ. പക്ഷെ താൻ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാൾ ഉയർന്നവനൊന്നുമല്ല, പിന്നെ ഞാൻ ആരാ? ഞാൻ നിങ്ങളുടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേര് നല്ലൊരു പേരാണ്. അത് 2-ാം അധ്യായത്തിൽ ഞാൻ പറയാൻ പറ്റിരുന്ന, എന്നാൽ ഇവിടെ പറയേണ്ടി വന്നിരിക്കും. നമ്മുടെ സമൂഹത്തിനുള്ള ഒരു നല്ല പേര് എന്താണെന്നറിയാമോ? അത് പുറത്തുള്ളവരിട്ട പേര് എന്താ? ബ്രദറൻ, സഹോദരന്മാർ. കാര്യത്തോടടുത്ത് വരണം സഹോദരന്മാരെ. സഹോദരന്മാരെ ഞാൻ പറയുക, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ, നമ്മളൊരു കുടുംബത്തിൻ്റെ അംഗങ്ങൾ. ഇതൊരു കുടുംബം. ആ കുടുംബത്തിൽ നമ്മളെല്ലാവരും ആരാണ്? സഹോദരന്മാർ. നമ്മുടെ ഈ കുടുംബത്തിലുള്ള ഏറ്റവും മൂത്ത ചേട്ടൻ്റെ പേര് പറയാം, സഹോദരൻ്റെ പേര്. ഏറ്റവും മൂത്ത ആളാരെന്നറിയാം? കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്.
കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അതുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലനൊരു വലിയ ഉപദേശം സ്ഥാപിക്കുമ്പോൾ മുന്നറിവിൻ്റെയും മുൻനിയമനത്തിൻ്റെയും വിളിയുടെയും നീതിയുടെയും നീതീകരണത്തിൻ്റെയും തേജസ്കരണത്തിൽ 5 ഉപദേശങ്ങൾ അവിടെ പറഞ്ഞിട്ട് ആ 29-30 വാക്യം. ഈ 5 ഉപദേശങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താണെന്നറിയാം? അവൻ തൻ്റെ സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത്. ആര്? യേശുക്രിസ്തു. ഈ സഹോദരന്മാരിൽ ആദ്യജാതൻ, ഏറ്റവും ഒന്നാമത് ജനിച്ചവൻ, ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാളാണ് ആര്? കർത്താവായ യേശുക്രിസ്തു, ഏറ്റവും ജ്യേഷ്ഠ സഹോദരനാണ്. ഇനി ഞാൻ ഒരു വാചകം കൂടെ പറയാം. ഈ സഹോദരനെ നോക്കി വേണം നമ്മൾ സാഹോദര്യം പഠിക്കാൻ. ഏത് സഹോദരനെ? യേശുക്രിസ്തു എന്ന സഹോദരനെ കണ്ട് എന്ത് ചെയ്യണം? ക്രിസ്തീയ സാഹോദര്യം നമ്മൾ പഠിക്കണം. ഞാൻ അത്രയും പറഞ്ഞാൽ മതിയായിരിക്കുമല്ലോ. ഓക്കെ, അതിനപ്പുറത്തോട്ട് പോവാം. അപ്പോൾ ഒന്ന്, യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ പോലും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ അടി തെറ്റി, അല്ലേ? അടി തെറ്റിയാൽ ആനയും വീഴും. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. വിനയം മാനത്തിന് മുന്നോടിയാണ്. ഏതൊരു ദൈവവൈദ്യനാണെങ്കിലും ദൈവദാസനാണെങ്കിലും വിനയം ഉണ്ടെങ്കിൽ അവരെ സമൂഹം എന്ത് ചെയ്യും? മാനിക്കും. ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ടി വിയിൽ അവരുടെ ഈ പിക്ചർ വരുന്നത് പോലും ചിലർക്ക് കാണണം. പെട്ടെന്ന് അവർ മാറ്റും. കാര്യം ആ ഒരു ധാർഷ്ട്യം, ഒരു നെകിളി, അല്ലേ? എന്നാൽ ചിലരെ കാണുന്ന ഒരു പ്രത്യേക സന്തോഷം. ഇതുപോലെയാണ് ദൈവമക്കളുടെ ഇടയിലുള്ള കാര്യം. നമ്മൾ ആരും ആരെക്കാളും വലിയവരല്ല, പിന്നെ ആരെക്കാളും ചെറിയവരല്ല. ക്രിസ്തീയ സാഹോദര്യത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. 2, യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്, കൂട്ടായ്മക്കാരനാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ്. ഈ ക്രിസ്ത്യൻ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത്, ക്രിസ്തീയ കൂട്ടാളിത്വം എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതൊരു പഠന വിഷയമല്ല, അതൊരു പ്രായോഗിക വിഷയം. കൂട്ടാളിയായിരിക്കുക. ഇവിടെ താൻ പറയുന്നത് ശ്രദ്ധിച്ചോ? ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ്. എന്തിൽ കൂട്ടാളിയാണ്? എന്തിലൊക്കെ കൂട്ടാളിയാണ്? ആദ്യത്തെ എന്താ പറഞ്ഞേക്കുന്നത്? കഷ്ടതയിൽ കൂട്ടാളി. കഷ്ടപ്പെടുന്ന ദൈവമക്കളെ ഒറ്റയ്ക്ക് വിടരുത്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവവൈതലിനെ കുറിച്ചുള്ള വിചാരം നമ്മളെ ഭരിക്കണം. യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. 2, ഞാൻ കഷ്ടതയിൽ നിങ്ങളുടെ കൂട്ടാളിയാണ്. രണ്ടാമത് ഞാൻ പറയുന്നുണ്ട്, രാജ്യത്തിൽ ഞാൻ കൂട്ടാളിയാണ്. ദൈവസഭയിൽ ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ്. വരാൻ പോകുന്ന രാജ്യത്തിൽ നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കാൻ പോകുന്നത്. ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ്. 3, സഹിഷ്ണുതയിൽ ഞാൻ കൂട്ടാളിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതൽ, ഞാനതൊന്ന് ലളിതമായിട്ട് പറയാം. ഒരു ദൈവവൈതൽ കഷ്ടം അനുഭവിക്കുമ്പോൾ ആ ആളിൻ്റെ കഷ്ടത ആ ആളിനോടുകൂടെ, അദ്ദേഹത്തോടുകൂടെ സഹിക്കുന്നതാണ് എന്ത്? കഷ്ടതയിലെ സഹിഷ്ണുത എന്ന് പറയുന്നത്.
കേട്ടോ. ഒരാളിനെ ആ വേദനയിൽ ഒറ്റയ്ക്ക് വിടുകയല്ല. തിരുവഴുത്തിൽ അതിനൊക്കെ വാക്യങ്ങളുണ്ട്, ഞാൻ അതെല്ലാം എടുക്കുന്നില്ല, ശിയാപ്രവചനത്തിലൊക്കെ ഉണ്ട്. ദൈവം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ദൈവജനം കഷ്ടപ്പെടുമ്പോൾ അവരോടുകൂടെ ദൈവം എന്ത് ചെയ്യുന്ന, കഷ്ടത അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്നു എന്ന. ദൈവം ഒരു ദൈവവൈതൽ കഷ്ടം അനുഭവിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ചിന്തിക്കുന്നത് എന്താ? നമ്മൾ കഷ്ടം അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ വരുന്ന എന്നെ കർത്താവ് കാണുന്നില്ല, എൻ്റെ ഈ വേദനയൊന്നും കർത്താവ് അറിയുന്നില്ല. പക്ഷെ വേദോത്സവം വായിച്ചിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുഞ്ഞെ നീ അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നീ ഈ വേദന അനുഭവിക്കുമ്പോൾ ഞാനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാനും വേദന അനുഭവിച്ചോണ്ടിരിക്കുക. നിന്റെ കൂടെ ഞാൻ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവവചനത്തിൽ വ്യക്തമായ സത്യങ്ങളാ. ഒരിക്കലും കർത്താവ് നമ്മുടെ കഷ്ടതയിൽ നമ്മളെ തനിച്ചു വിടുന്നവനല്ല, നമ്മുടെ കൂടെ നമ്മുടെ കഷ്ടത ചുമക്കുന്നവനും അനുഭവിക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ കഷ്ടതയിൽ നിങ്ങളുടെ കൂട്ടാളിയാണ്, ദൈവരാജ്യത്തിൽ നിങ്ങളുടെ കൂട്ടാളിയാണ്. 3, സഹിഷ്ണുതയിൽ ഞാൻ നിങ്ങളുടെ കൂട്ടാളി ആണ്. ഞാനിവിടെ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഈ യോഹന്നാൻ ഒരിക്കൽ, യോഹന്നാനും യോഹന്നാന്റെ സഹോദരൻ ആരാ? യാക്കോബ്. ഇവരെ രണ്ടുപേരെ അറിയപ്പെടുന്നത് സബദിപുത്രന്മാർ. സബദിപുത്രന്മാരുടെ അപ്പൻ്റെ പേരെന്തോ? ഇടയ്ക്ക് ഉറക്കൊന്ന് പോയിക്കോട്ടെ. സബദിപുത്രന്മാര് യാക്കോബും യോഹന്നാൻ. ഇവരുടെ അമ്മയുടെ പേരറിയാമോ? ശലോമ. ഇവരുടെ അമ്മ ശലോമ. ശലോമേൻ ചെന്ന് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, എന്താ അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുത്തനെ, അത് ഒരു കാര്യം എന്തായാലും അവർ വളരെ വിവേകത്തോടെ ചെയ്തു, പേര് പറഞ്ഞു. 2 പേരിൽ പേര് പറഞ്ഞില്ല. ഒരുത്തനെ നിന്റെ ഇടത്തും ഒരുത്തനെ നിന്റെ വലത്തും ഇരിക്കും. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഞാൻ പറയും, നിങ്ങളുടെ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കാനുള്ള പരിപാടിയൊക്കെ മാറ്റി. അത് നടക്കുന്നെങ്കിൽ നടന്നോട്ടെ, എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ. ആഗ്രഹിക്കേണ്ടത് എന്താണെന്നറിയാം? എൻ്റെ കൊച്ച്, എൻ്റെ മോൻ എന്ത് ചെയ്യണം? എൻ്റെ കർത്താവിൻ്റെ ഇടത്തും പറഞ്ഞു. ഞാൻ കുറേ നേരം മിണ്ടാതിരുന്ന വാക്കുകളില്ല എന്നല്ല, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ, നമ്മുടെ ആഗ്രഹം അതായിരിക്കും. ഇനി അമ്മ ചെന്ന് പറഞ്ഞു, അത് പോട്ടെ, അതാണ് അമ്മയുടെ ഒരാഗ്രഹം. ഇവർ 2 പേരും കൂടെ ചെന്ന് പറഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളുണ്ട്, 35 മുതൽ 40. ഇവർ ചെന്നേച്ച് പറഞ്ഞു, എന്താ അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ ഞങ്ങളിൽ ഒരുത്തനെ നിന്റെ ഇടത്തും ഒരുത്തനെ വലത്ത് വരുത്തണോ? ഈ ആഗ്രഹം നല്ലതല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ഉണ്ടാകണം സഹോദരിമാർ. അത് നല്ലൊരാഗ്രഹം. പക്ഷെ കർത്താവ് പറഞ്ഞ മറുപടി കേട്ടോ, ആ ഭാഗത്തുണ്ട്, എന്താ ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുകയും ചെയ്താൽ നിങ്ങളുടെ എൻ്റെ ഇടത്തോ വലത്തോ ഒക്കെ ഇരിക്കാനുള്ള അവകാശം. അങ്ങനെ കുടിച്ചാൽ, എന്നിട്ട് കർത്താവ് അവരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? നിങ്ങൾ ഈ പാനപാത്രം കുടിക്കും, ഈ സ്നാനം ഏൽക്കും. ഓർക്കണം, അവിടെ കൃത്യം പറഞ്ഞിരിക്കുക, വ്യക്തമായിട്ട് കർത്താവ് തീർത്തു പറയുക. യോഹന്നാനെ, യാക്കോബേ, നിങ്ങൾ 2 പേരും ഈ പാനപാത്രം കുടിക്കും, ഈ സ്നാനം ഏൽക്കും. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കാൻ പോകുന്ന സ്നാനം നിങ്ങൾ ഏൽക്കും എന്ന് തീർത്ത് പറയുക. നിങ്ങൾ ഏൽക്കും. എന്നാൽ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അവകാശം തരുന്നത് എൻ്റെ കാര്യമല്ല, പിന്നെ പിതാവിൻ്റെ കാര്യം. ഞാൻ ഒരു വലിയ സത്യം പറയാനാണ്
ഈ കാര്യം പറഞ്ഞത്. ഇവര് ഈ പാനപാത്രം കുടിച്ചോ? സ്നാനമേറ്റോ? നമ്മൾ ഈ വേറെ ദിവസവും ഓടിച്ച് വായിച്ചു വിടരുത് കേട്ടോ, ചിന്തിക്കണം. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യും? ഈ പാനപാത്രം കുടിക്കും, നിങ്ങൾ ഈ സ്നാനം ഏൽക്കും. യോഹന്നാനും യാക്കോവും ഏറ്റോ? യാക്കോവിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പാനപാത്രം കുടിച്ചോ? സ്നാനമേറ്റോ? സ്നാനമേറ്റു. ഇദ്ദേഹം ഇപ്പൊ ഇവിടെ കിടക്കുക. പാനപാത്രം കുടിച്ചു അല്ലേ? ആ മനുഷ്യൻ പറയുകയാണ്, കർത്താവ് കുടിച്ച പാനപാത്രം, കർത്താവേറ്റ സ്നാനം, അതിൻ്റെ കൂട്ടാളിയാണ് ഞാൻ. ആ കൂട്ടാളിയായ ഞാൻ നിങ്ങൾ ഏൽക്കുന്ന സ്നാനത്തിലും നിങ്ങൾ കുടിക്കുന്ന പാനപാത്രത്തിലും ഞാനും ആരാണ്? നിങ്ങളോടുകൂടെ കൂട്ടാളിയാണ്. ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് പോവാം. ഒന്ന്, താൻ പറയുന്നു ഞാൻ നിങ്ങളുടെ സഹോദരൻ. രണ്ടാമത് താൻ പറയുന്നു ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 9-ാം വാക്യത്തിൽ തന്നെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം, ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്ത് നിമിത്തം? ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ചിന്തിക്കുന്നുണ്ടല്ലോ. ദൈവവചനവും കർത്താവിൻ്റെ സാക്ഷ്യവും ഇതിനോട് നമുക്ക് എന്തുമാത്രം ബന്ധമുണ്ട്? നമുക്ക് 2-ാം അധ്യായം ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വിശദമാണ്. ദൈവവചനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കർത്താവിൻ്റെ സാക്ഷ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ ചാൾസ് ഓവറിന് എഴുതിയ ഒരു പാട്ട്, അദ്ദേഹം കുമ്പനാട്ട് വെച്ചാണ് ആ പാട്ട് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടത്. വേലയ്ക്ക് സമർപ്പിച്ചിട്ട് അദ്ദേഹം ആദ്യം വന്നത് ഇവിടെ ചേത്തക്കലെ ഒരു മീറ്റിങ്ങിനാണ്. അവിടെ വെച്ചത് പാട്ട് ഏതെന്നറിയാം പാട്ട്? യേശുവിൻ സാക്ഷിയാൽ പോകുന്നു ഞാനിന്നു ക്രൂശ്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ പോവുകയാണ്. ക്രൂശിന്റെ പാതയിൽ ഞാൻ പോവുകയാണ് അല്ലേ? കർത്താവിൻ്റെ സാക്ഷിയാകുക. ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഏതുണ്ട്? ഈ സാക്ഷ്യം എന്നുള്ള വാക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ മിണ്ടുന്നില്ല. ഈ ക്ലാസ് പിന്നെ കർത്താവ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കർത്താവ് വന്നാലും തീരാതെ നിൽക്കുമോ ഇതൊക്കെ ചിന്തിക്കാൻ പോയാൽ. കർത്താവിൻ്റെ സാക്ഷി. മക്കളെ, സഹോദരിമാരെ, ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നവരും സമ്പാദിക്കുന്നവരും ഒക്കെയാണ്. മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെ അധ്വാനിക്കുന്നവരാണ്. പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. കാര്യങ്ങളൊക്കെ നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ എന്തോ ഉണ്ടാക്കിയാലും ശരി തന്നെ, എല്ലാം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം, കൊണ്ടുവയ്ക്കുന്ന കല്ലറയില്ലേ, നമ്മളെ കൊണ്ടുവയ്ക്കുന്ന കല്ലറ, അവിടെ വരെ കാണൂ. ഈ ലോകത്തിൽ നീ നേടിയത് എന്തായാലും എവിടെ വരെ ഉള്ളൂ? കല്ലറ വരെ ഉള്ളൂ. സ്തോത്രം. അതിനപ്പുറത്ത് വല്ലതും കാണണമെങ്കിൽ എന്നാ ചെയ്യണം? മോളിൽ ചെന്ന് നിൽക്കുമോ കർത്താവിൻ്റെ മുമ്പിൽ? അവിടെ നിൽക്കുന്ന വല്ലതും കാണണമെങ്കിൽ കർത്താവിൻ്റെ സാക്ഷിയാകണം. ഇന്നത്തെ ക്ലാസ്സിൽ വല്ല തീരുമാനം എടുക്കുന്നുണ്ടോ? എല്ലാവരും പോയി പരസ്പരവും സമയം കിട്ടുവാണെങ്കിൽ എന്നെ വിളിച്ചു, അല്ലാതെയൊക്കെ തമ്പാച്ചായ ക്ലാസ് കൊണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സിൽ പറയും.
ഇത് പുറത്ത് പറയത്തില്ലല്ലോ. എന്നാൽ ശരിയായില്ലല്ലേ? ശരിയായോ ഇല്ലയോ എന്തായാലും വേണ്ടിയല്ല ഈ ഒരു കാര്യം സാധിച്ചത്. ഈ ക്ലാസ് അതിൻ്റെ ഫലം കണ്ടു. ഏത്? കർത്താവിനെ സാക്ഷി. ഇത് രണ്ടും നിമിത്തം ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തമാണ് ഇദ്ദേഹം എവിടെ പോയിരിക്കുന്നത്? പത്മോസ് എന്ന ദ്വീപിൽ എത്തിയിരിക്കുന്നത്. ഇനിയും മറ്റൊരു കാര്യം താൻ പറയുന്നത്, ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. മൂന്നാമത് പറയുന്നത്, കർത്തൃ ദിവസം ഞാൻ ആത്മവിവശനായി. 10-ാം വാക്യം. 10-ാം വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. മലയാളം ബൈബിളിൽ ആത്മവിവശനായി എന്നെഴുതിയിരിക്കുന്നത് തീർത്തും ശരിയാണ്. ഗ്രീക്ക് ഭാഷയിലും മറ്റു ഭാഷകളിലെല്ലാം ഭാഷാന്തരം ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അതിന് തത്തുല്യമായ വാക്ക് കിട്ടാഞ്ഞതുകൊണ്ട് അവരെഴുതിയിരിക്കുന്നത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്ന്. ഞാൻ ആത്മാവിലായെന്ന്. ഞാൻ ആത്മവിവശനായെന്നല്ല, പിന്നെ ഞാൻ ആത്മാവിലായി എന്ന. രണ്ടിൽ ഏതെങ്കിലും ആയിക്കോട്ടെ. സ്തോത്രം. ഞാൻ വെറുതെ സ്തോത്രം പറഞ്ഞാന്നോ? കർത്തൃ ദിവസം ഏത് ദിവസം? ഞായറാഴ്ച. എത്ര പേര് ആത്മവിവശതയിലായി ആരാധിക്കാൻ? എന്തെല്ലാം പരിപാടികളായല്ലേ? എൻ്റെ പൊന്നു കുഞ്ഞെ, സഹോദരി, ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവോടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരാളെ കാണാം, ഒന്നേ മനസ്സിൽ വരാവോ, ഇതാണ് ആരാ. സത്യത്തിൽ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? 25-ആയോ 10-ആയോ 30-ആയോ 50-ആയോ? വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ഒരു തീരുമാനമെടുക്കുന്നേ, ദൈവത്തെ ആരാധിക്കാം. പരിസരത്തിൽ പലതും നടക്കും. എന്തൊക്കെ നടന്ന് ഞാൻ പറയട്ടെ, ഈ ആരാധനയ്ക്ക് കൂടി വന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമക്കളുടെ മധ്യത്തിൽ പറയാൻ കൊള്ളാത്തത് തന്നെ എന്തെല്ലാം നടന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ കണക്ക് എവിടെ കൊണ്ട് തീർക്കുമെന്ന്. ദൈവത്തെ പേടിക്കണേ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വെളിപാട് പുസ്തകത്തിൽ 4 സ്ഥലത്ത് യോഹന്നാൻ ആത്മാവിലായെന്നല്ല, മലയാളം ബൈബിളിൽ ക്ലിയറാണ്. ഒരിടത്ത് മാത്രം ആത്മാവിലായെന്നുണ്ട്. 4 സ്ഥലത്തും ഗ്രീക്ക് ഭാഷയിൽ ഒരേ വാക്കാണ് പോയി. ആത്മവിവശതയിലായി. ഉയർന്ന ഒരു മലയിലേക്ക് പോയതും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതല്ല. ആത്മവിവശതയിലായ മറ്റ് ദൈവദാസന്മാരെ കുറിച്ച് മയക്കുമല്ല, ഞാൻ പറയാം, അത് വ്യക്തമാക്കാം. ഈ പത്രോസ് എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായം. താൻ ആത്മവിവശതയില്ല. ഇനിയും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 22-ാം അധ്യായത്തിൽ പൗലോസ് ആത്മവിവശതയില്ല. ഇനി പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ആത്മവിവശതയിലായ രംഗങ്ങളുണ്ട്. ഈ ആത്മവിവശതയിലാകുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഒരു വിവശത, ഒരു മയക്കം വരിക എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, അതിൻ്റെ ഇവിടെ നോക്കി, ആത്മവിവശതയിൽ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ താൻ കാണുകയാണ്. കർത്താവിൻ്റെ ശബ്ദം താൻ കേൾക്കുകയാണ്.
താൻ ആ കർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് മരിച്ചവനെ പോലെ കർത്താവിന്റെ കാൽക്കൽ എല്ലാം ബോധ മനസ്സിൽ, അല്ലാതെ ബോധം പറയുകയല്ല. ആത്മാവിലാകുമ്പോൾ എന്ത് ചെയ്യുകയാണ്? തൻ്റെ ബോധതലം കൂടുതൽ തെളിയുക. ഇനി പത്രോസിന്റെ കാര്യം നോക്കിയേ. തന്നെ കാണാൻ വരുന്ന തുപ്പട്ടി ഇറങ്ങി വരുന്നത് ഇതെല്ലാം താൻ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് കാണുകയാണ്. മറന്നുപോയോ? ഇല്ല. താൻ എന്താ കണ്ടത്? താൻ ഓർത്തിരുന്നു. അത് പിന്നീട് എഴുതി, പിന്നീട് ദൈവജനത്തോട് അത് പങ്കുവെച്ചു. ഈ ഉന്നതമായ ഒരു ബോധതലത്തിലേക്ക് പരിശുദ്ധാത്മാവിൽ നമ്മളായിത്തീരുന്നതാണ് എന്ത്? ആത്മവിവശത എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യനമസ്കാരികളുടെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? ആത്മാവിലും സത്യത്തിലും. ദൈവമക്കളെ, ദൈവം തന്റെ ആത്മാവിനെ നമ്മൾക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത്ര വിശദമായിട്ടൊരു വചന ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിലാണ് അത് കൂടുതൽ വ്യക്തമാകുന്നത്. നോക്കിയേ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സഭാ കൂടിവരവിനെ കുറിച്ച് അവിടെ പറഞ്ഞു. എഫേസ്യ ലേഖനം 5-ന്റെ 18 മുതലുള്ള വാക്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ കുറിച്ചിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. എന്താ അവിടെ തുടങ്ങുന്ന? എങ്ങനെയാ? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എന്താ? വീഞ്ഞു കുടിച്ചിട്ട് എന്ത് ചെയ്യരുത്? വിവശതയിലാകരുത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. പകരം എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞ് അതിൽ മത്തരാകണം. ആത്മാവിന്റെ ലഹരി ദൈവജനത്തിന് ഉണ്ടാകണം. ആത്മാവിൽ നിറയണം. ആത്മാവ് നിറഞ്ഞ് എന്ത് ചെയ്യണം? എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരൊറ്റ വാക്യം മതി ഈ ആത്മവിശ്വതയിലായി ദൈവത്തെ ആരാധിക്കുക എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി. ഒരൊറ്റ വാക്യം മതി. സങ്കീർത്തനം വായിക്കുന്ന അവിടെ വരുന്നുണ്ടേ പേപ്പർ ഇങ്ങനെ. ഇനി തീരുമാനിക്കുന്ന ഇവിടെ വരുന്നുണ്ടേ തോണ്ടൽ ശുശ്രൂഷയാ പലയിടത്തും. എന്താ? ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് തോണ്ടൽ ശുശ്രൂഷ. സഹോദരൻ വായിച്ചാട്ടെ. ഇതാണോ ആത്മാവിലെ ആരാധന? സങ്കീർത്തനം വായിക്കുന്നത് എങ്ങനായിരിക്കണം? ആത്മാവ് നിറഞ്ഞു വായിക്കണം. പിന്നെ സ്തുതി, കർത്താവിനെ സ്തുതിക്കുന്നത് ആത്മാവ് നിറഞ്ഞ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അഭ്യഗീതങ്ങളാലും. ഗീതം പാട്ടുപാടുന്നത്, തമ്മിൽ സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നിട്ട് ഒടുവിൽ പറയുന്നത് എന്താ? എപ്പോഴും എല്ലാറ്റിനും വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുന്നത്. അപ്പൊ സ്തോത്രം പറയുന്നത് വരെ എങ്ങനെ ആയിരിക്കണം? ദീർഘവിശ്വാസം വിടാൻ വേണ്ടി സ്തോത്രം പറയുന്നത്. ദൈവദാസനായ പൗലോസ് കുടിയച്ചാരൻ ഒരിക്കല് ഒരിടത്ത് ക്ലാസ് എടുത്തപ്പോൾ നവജോദയത്തിൽ വെച്ചാണ്, ഞാനും ഉണ്ടായിരുന്ന ആ ക്ലാസ്. അദ്ദേഹം പറഞ്ഞു, ഒരു സ്തോത്രത്തിന് ഒരു യാഗത്തിന്റെ വിലയുണ്ട്. എന്താ കാരണം എന്നറിയാതെ പറയാം. 50-ാം സങ്കീർത്തനം സ്തോത്ര യാഗമർപ്പിക്കുക. പിന്നെ എബ്രായ ലേഖനം 13-ാം അധ്യായം 15-16 വാക്യം, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കും. ഞാൻ നിർത്തട്ടെ, സമയമായി. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, കൂട്ടാളിയാണ്. പിന്നെ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ പത്മോസ് എന്ന ദ്വീപിലാണ്. പിന്നെ കറുത്തുള്ള ദിവസം ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന്
പ്രായോഗികമാക്കി ക്രിസ്തീയ ജീവിതം ആസ്വാദ്യമാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്തും അതുപോലുള്ള സാഹചര്യങ്ങളെ ഓർത്തും നമ്മൾ നിരാശപ്പെടാതെ ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ ധ്യാനിച്ചും ഒക്കെ അങ്ങ് സന്തോഷിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടരാൻ നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഞങ്ങളാൽ